ഹായ് ഹലോ അസ്സാം വലൈക്കും. ഫാത്തീസ് വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞാൻ ഇന്ന് ഇടിച്ചക്കയും കൊണ്ട് ഒരു ഉപ്പേരിയാണ് കേട്ടോ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ റെസിപ്പിയിലോട്ട് കിടക്കാം. ആദ്യം തന്നെ രണ്ട് കയ്യിലും എണ്ണ പുരട്ടിയിട്ടാണ് കേട്ടോ ഞാൻ ഇടിച്ചക്ക കട്ട് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഒട്ടാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പം ഞാൻ ഇടിച്ചക്കൻ്റെ പാതിയാണ് കേട്ടോ ഇവിടെ കട്ട് ചെയ്തെടുക്കുന്നത്. മുഴുവനായിട്ട് ഞാൻ എടുക്കണില്ല, ഒരു പകുതിയാണ് കേട്ടോ കട്ട് ചെയ്തിട്ട് ഉപ്പേരി ഉണ്ടാക്കുന്നത്. ഇടിച്ചക്ക കട്ട് ചെയ്തിട്ട് എൻ്റെ കത്തി പൊട്ടിയിട്ടോ. അപ്പം നമ്മൾ വേറെ കത്തി എടുത്തിട്ടുണ്ട്. എന്നിട്ടാണ് കേട്ടോ ഈ ഇടിച്ചക്ക കട്ട് ചെയ്തെടുക്കുന്നത്. ആദ്യം നമ്മൾ ഇടിച്ചക്കൻ്റെ തൊലിയാണ് കേട്ടോ കട്ട് ചെയ്ത് മാറ്റുന്നത്. എന്നിട്ട് മുകളിലത്തെ ആ മൂക്ക് ഭാഗവും കട്ട് ചെയ്ത് മാറ്റുന്നുണ്ട് കേട്ടോ. എന്നിട്ട് നന്നായിട്ട് ചെറിയ ചെറിയ കഷ്ണാക്കിയിട്ട് അരിഞ്ഞെടുക്കുന്നുണ്ട് കേട്ടോ. ഈ ഇടിച്ചക്ക നമ്മുടെ വീട്ടിനടുത്തുള്ള ഒരു താത്ത തന്നതാണ് കേട്ടോ. അപ്പോൾ അവൻ്റെ വീട്ടിൽ നിറയെ മരത്തിൽ ഇടിച്ചക്ക കായ്ച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്കും ഒരു ഇടിച്ചക്ക തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. അങ്ങനെ നമ്മുടെ ഇടിച്ചക്ക ചെറുതായിട്ട് ഇവിടെ അരിഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി അതിലേക്ക് അല്പം വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. വേവിക്കാൻ പാകത്തിനുള്ള വെള്ളം ഒഴിച്ച് കൊടുക്കാം കേട്ടോ. പിന്നെ അതിലേക്ക് അല്പം മഞ്ഞൾപ്പൊടിയും ഉപ്പും ചേർത്തിട്ട് അടുപ്പ് കത്തിച്ച് നമുക്ക് ചട്ടി വെച്ച് കൊടുക്കാം കേട്ടോ. ഇടിച്ചക്ക അര വേവാകുമ്പോഴത്തേനും നമുക്ക് അതിന്ന് കോരി മാറ്റിയിട്ട് മിക്സിയുടെ ജാറിലിട്ട് കൊടുക്കാം കേട്ടോ. ചൂടാറിയതിന് ശേഷം വേണം കേട്ടോ ഇട്ട് കൊടുക്കാൻ. എന്നിട്ട് നമുക്കൊന്ന് ചെറുതായിട്ട് ക്രഷാക്കി എടുക്കാം കേട്ടോ. അടുപ്പത്തേക്ക് ഒരു പാൻ വെച്ച് കൊടുക്കാം കേട്ടോ. അതിലേക്ക് അല്പം ഓയിൽ ഒഴിച്ചിട്ട് അതിലേക്ക് കടുകും ഉലുവയാണ് കേട്ടോ പൊട്ടിച്ചെടുക്കുന്നത്. അതിനുശേഷം കറിവേപ്പിലയും ചെറിയുള്ളി ചതച്ചതും പച്ചമുളക് ചതച്ചതും ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇനി അതിലേക്ക് ക്രഷാക്കി എടുത്ത ഇടിച്ചക്ക അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക കേട്ടോ. എൻ്റെ കയ്യിൽ വറമുളക് ഇല്ലാത്തതുകൊണ്ടാണ് കേട്ടോ ഇട്ട് കൊടുക്കാത്തത്. അതിന് പകരം ഞാൻ പച്ചമുളകാണ് കേട്ടോ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇനി തേങ്ങ അരച്ചത് അതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഒരുപാട് അരക്കൊന്നും വേണ്ട, ചെറുതായിട്ട് അരച്ചെടുത്താൽ മതി കേട്ടോ. ഇനി ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്തിട്ട് നമ്മുടെ ഇടിച്ചക്ക ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. എല്ലാവരും വീട്ടിലും ഉണ്ടാക്കി നോക്കാം.